അങ്ങനെ നമ്മൾ ഓരോരുത്തരും ബോർഡിംഗ് പാസിലെ സീറ്റ് നമ്പർ നോക്കിയിട്ട് സീറ്റിലിരിക്കുകയാണ്. ലഗേജ് നമ്മുടെ അടുത്തുള്ള ചെറിയ ബാഗൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാം. അങ്ങനെ എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. ഇത് നമുക്കൊരു ട്രേ പോലെയുള്ളൊരു സാധനമാണ്, നമുക്കവിടെ വെച്ച് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ളത്. അതിങ്ങനെ തുറന്ന് നോക്കി. അതേപോലെ നമ്മുടെ സുരക്ഷാ കാർഡ് പറഞ്ഞിട്ടൊരു സേഫ്റ്റി കാർഡ് ഉണ്ടാവും, അതിൽ എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതുണ്ട്. അതൊക്കെ ഞാനിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എയർ ഹോസ്റ്റസ് എന്നോട് അതൊക്കെ അടച്ചു വെക്കാൻ പറഞ്ഞു. Ladies and gentlemen, boys and girls, we extend a warm welcome to our Indigo Blue Chip members aboard. Enjoy your flight. किसी की बेटी बांधे रखें। इस विमान में 4 आपातकालीन द्वार हैं, 2 सामने और 2 पीछे। फर्श पर लगी प्रकाशमान पट्टियां आपको निकटतम निकास तक पहुंचने में सहायता करेंगी। आपके लिए ब्रेल में एक सुरक्षा सूचना कार्ड और संचार गाइड उपलब्ध है। Your safety is our tobacco. It is recommended to keep your ഇൻസ്ട്രക്ഷൻസ് ഇവർ പറയുന്നത്. There are 4 emergency exits on this aircraft. 2 at the front. റൺവേയിൽ കയറിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഇങ്ങനെ ഉയരുമ്പോൾ നമുക്ക് വയറിൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രത്യേക ഫീല്. മൂന്ന് ഫ്ലൈറ്റ് അതിൽ പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ വെട്ട സിനിമയെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കോട്ടൺ എടുത്ത് ചെവിയിൽ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ പൊന്തുന്ന സമയത്ത് നമ്മളെ ചെവി അടയും. എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അത്, ചെവി അടഞ്ഞിട്ട് തല ഭയങ്കര വെയിറ്റായിട്ട് ഒക്കെ തോന്നി. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചാലും മതി. ഞാനത് രണ്ടും കയ്യിലില്ലാത്തതുകൊണ്ട് കുറച്ച് പ്രശ്നമായി. നല്ല സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. പക്ഷേ നമ്മൾ ഹൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര ആ സ്പീഡ് ഫീൽ ചെയ്യില്ല. ഒരുപാട് മുകളിൽ മേഘങ്ങൾക്കിടയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫീലിംഗ് ഒന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നമ്മൾ പോയാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. എല്ലാവരും പോകാൻ നോക്കുക, നമുക്ക് സിമ്പിളായിട്ട് പോയി വരാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഫാൻ ഈ കറങ്ങുന്നത് നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്നില്ല കേട്ടോ, ക്യാമറയെ മാത്രമേ കിട്ടുന്നുള്ളൂ. ഞാനീ പറയുന്നതൊക്കെ ഫ്ലൈറ്റിൽ പോയി വന്നവർക്കൊക്കെ ഒരു തമാശയായിട്ട് ഒക്കെ തോന്നും. പക്ഷേ ഇത് പോവാത്തവർക്ക് വേണ്ടി ഞാനീ പറയുന്നത്, അവർക്കൊരു ആദ്യത്തെ ഒരു അനുഭവമാണല്ലോ. ഫുൾ മേഘമാണ്, കണ്ണ് കാണാൻ പുറത്തേക്ക് നോക്കാനേ പറ്റില്ല. കണ്ണിലിങ്ങനെ വൈറ്റ് കളർ അടിച്ചിട്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കിടന്നങ്ങ് ഉറങ്ങി. ഇവർ വെള്ളവും ജ്യൂസൊക്കെ വേണ്ടവർക്ക് കൊടുക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ സേലത്ത് എത്താനായിട്ടുണ്ട്, താഴ്ന്നു തുടങ്ങിയിട്ട് ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 45 മിനിറ്റ്സ് കൊണ്ടൊക്കെ നമ്മൾ സേലത്തെത്തും. അത്രയും ട്രാവലുള്ളൂ. 3/4 മണിക്കൂർ എടുത്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ അത്രയും ഇരുന്ന പോലെ തോന്നേയില്ല. കഴിയരുതേ എന്നാണ് ഞങ്ങളെല്ലാവരും വിചാരിച്ചത്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു നാഷണൽ ഹൈവേ ആണ്. അതിൽ പോകുന്ന ബസ്, കാറ് കണ്ടില്ലേ, ഇത്ര ചെറുതാ. മനുഷ്യന് ഇത്രയേ ഉള്ളൂ, വളരെ നിസ്സാരമാണ് മുകളിൽ നോക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ നിലംതൊട്ട് സേലം എയർപോർട്ടിലെത്തി. ഇനി സേലം എയർപോർട്ടാണ് നിങ്ങൾ കാണേണ്ടത്. ഇതാണ് സേലം എയർപോർട്ട് കേട്ടോ. ചെറിയ ഡൊമസ്റ്റിക് ഈ ഫ്ലൈറ്റ് മാത്രമല്ലേ വരുന്നുള്ളൂ. ഒരു ചെറിയൊരു നമ്മളെ ഇവിടുത്തെ KSRTC ടെർമിനലിൻ്റെ അത്ര പോലും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ലോഞ്ചാണെങ്കിൽ ആകെ 12 ആൾക്ക് ഇരിക്കാനുള്ള സീറ്റേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് വേഗം ഇറങ്ങാൻ, അടുത്ത പാസഞ്ചേഴ്സ് വരുമ്പോൾ അവർക്ക് ഇരിക്കാൻ സ്ഥലം വേണം. അങ്ങനെ ഞങ്ങൾ വേഗം ഇറങ്ങി. ഇവിടുന്ന് ഓപ്പോസിറ്റ് നടന്നാൽ
ഹൈവേ ഉണ്ട്. ഹൈവേൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു ഭക്ഷണം കഴിക്കാനൊരു റെസ്റ്റോറൻറ്റ്. അവിടെ ചെന്നപ്പോൾ സാദാ ചോറും കറിയൊക്കെയാണ് ഉള്ളത്. വലിയ ടേസ്റ്റൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. കുട്ടികളൊക്കെ പൊറോട്ട പറഞ്ഞു. ഞങ്ങളുടെ ചോറിൻ്റെ കൂടെ ആദ്യം ഇതുപോലെ ഒരു പരിപ്പ് വട തന്നു. പിന്നെ നമ്മളെ പൊന്നിയരിയാണെന്ന് തോന്നുന്നു, സാമ്പാറെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ കേരള സാമ്പാറിൻ്റെ അത്ര ടേസ്റ്റൊന്നുമില്ല. എന്നാലും ഇവരുടെ ഈ പെരുമാറ്റം തന്നെ നമ്മളെ വയറൊക്കെ നിറഞ്ഞിട്ടോ. നല്ല ആൾക്കാർ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഊബർ വിളിച്ച് പോയപ്പം ഈ സാധാ ബസ് കയറാൻ തീരുമാനിച്ചു. അങ്ങനെ സാധാ ബസ് കയറി. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഷോക്കായി. ഇതിൽ പെണ്ണുങ്ങൾക്ക് ടിക്കറ്റ് വേണ്ട, 0 ഒരു ടിക്കറ്റ് മുറിച്ച് തന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ആണുങ്ങൾക്ക് 10 രൂപയും. അങ്ങനെ 800 രൂപേൻ്റെ സ്ഥാനത്ത് ഞങ്ങൾ വെറും 30 രൂപയ്ക്ക് സേലത്തെത്തി. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ പോയാൽ അണ്ണാ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർക്കുണ്ട്. ഞങ്ങൾ പോകണ്ടെന്ന് തീരുമാനിച്ച് ഇവിടെ ഇരിക്കുക. ഇനിയാണ് ഞാൻ പറഞ്ഞ് ഞങ്ങളൊക്കെ പറ്റിയ അബദ്ധം. ഞങ്ങൾക്ക് ഒരുപാട് ടൈം ബാക്കിയുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് നിസ്കരിച്ചൊക്കെ ഇരുന്ന് 3 മണിക്ക് എത്തിയിട്ട് പിന്നെ 6:30ക്കാണ് ഞങ്ങൾക്ക് ട്രെയിനുള്ളത്. അതുവരെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഞങ്ങൾ RSC എന്നുള്ളത് മാറി ഏതെങ്കിലും കൺഫേം ആയോ എന്ന്. അപ്പോൾ 6 മണി വരെ ഞങ്ങൾ നോക്കിയിട്ടും ഒരു PNRലുള്ളത് മാത്രമേ RSC മാറിയിട്ടുള്ളൂ. പക്ഷെ അപ്പോഴൊന്നും ഞങ്ങളത് കാര്യമാക്കിയില്ല, അതെന്തുകൊണ്ടാണ് മാറാത്തതെന്നൊന്നും. 6 മണിയായപ്പോൾ മാമൻ പറഞ്ഞു, ഇതൊന്ന് നോക്ക്, ഡേറ്റ് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഒരു PNRലുള്ളവർക്ക് ഇന്നും അടുത്ത PNRലുള്ള എല്ലാം സെയിമാണ്, പക്ഷേ ഡേറ്റ് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി, നാളത്തേക്കായിപ്പോയി. പിന്നെ എല്ലാവർക്കും ടെൻഷനായി. അതുവരെയുള്ള മൂടൊക്കെ പോയി, എല്ലാവരും ടെൻഷനായി. തൽക്കാലം അവിടുന്ന് ഈ ബാക്കി 6 ആൾക്ക് ലോക്കൽ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ സ്ലീപ്പറിൽ തന്നെ കയറി. അപ്പോൾ ഇവർ പറഞ്ഞു, TTR പറഞ്ഞു ഇത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ 3800 രൂപ ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളവരെ കയ്യും കാലൊക്കെ പിടിച്ച് പിന്നെ കുറേ എല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് എന്തോ തോന്നി. അവർ പറഞ്ഞു, ഞാൻ തൽക്കാലം ഫൈൻ ഇടുന്നില്ല, പക്ഷേ ഞാൻ 9:30ക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത TTR വരും, അവരോട് നിങ്ങൾ എന്ത് പറയും, എന്തായാലും നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ വിട്ടു. പിന്നെ ഞങ്ങളിങ്ങനെ പോലീസും കള്ളനും കളിച്ച്, അവരും കണ്ടില്ല. പക്ഷെ ഞാൻ ഈ TTRനെ ഡ്യൂട്ടി മാത്രമല്ല, ഒരു മനുഷ്യത്വമുള്ളൊരു നല്ലൊരാളും കൂടി ആയതുകൊണ്ട് ഞങ്ങളോട് വാങ്ങില്ല, ജസ്റ്റ് രക്ഷപ്പെട്ടത് ഞങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എല്ലാം നോക്കണം, ശ്രദ്ധിക്കണം. ഡേറ്റ് പ്രത്യേകിച്ച് എന്ത് തെറ്റിയാലും ഡേറ്റ് ശരിക്കും നോക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി. അത് ക്യാൻസൽ ചെയ്ത് റീഫണ്ട് കിട്ടുകയും ചെയ്തു. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നു ഇവിടെ ഇറങ്ങിയ സമയത്ത്. പിന്നെ ഞങ്ങൾ നല്ല ക്ഷീണത്തിലാണ്, ആരും ഭക്ഷണമൊന്നും കഴിച്ചില്ലായിരുന്നു. പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ അവിടെ ഹോട്ടലിൽ നിന്ന് കഴിച്ച് വീട്ടിലേക്ക് പോയി.